ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് നമ്മുടെ ഭാരതത്തിലെ മഹാനായ ദാർശനികനും കവിയുമായും യോഗിയുമായ ശ്രീ അരവിന്ദോയും അദ്ദേഹത്തിൻ്റെ മനഃശാസ്ത്ര ചിന്തകളെയും കുറിച്ചാണ്. ശ്രീ അരവിന്ദോയെ നമ്മുടെ ദേശം ആത്മീയ ദർശനത്തിൻ്റെ പ്രഗത്ഭനായ ദീപം എന്ന പേരിൽ ഓർക്കുന്നു. അദ്ദേഹം ജീവിതത്തെ ആത്മീയതയിലേക്കുള്ള ഒരു യാത്രയായി കണ്ടു. മനുഷ്യൻ ഉള്ളിൽ ദൈവികതയുള്ള ഒരാളാണെന്നും ആ ദൈവികതയെ പുറത്തു കൊണ്ടുവരികയാണ് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിലുള്ള ആഴമുള്ള ചിന്തകൾ അദ്ദേഹം മനഃശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ വിശദീകരിച്ചു. അതുകൊണ്ട് ശ്രീ അരവിന്ദോയെ ആത്മീയ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കാറുണ്ട്. മനഃശാസ്ത്രം എന്നത് മനുഷ്യൻ്റെ മനസ്സ്, വികാരങ്ങൾ, ചിന്തകൾ, പെരുമാറ്റം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ്. പാശ്ചാത്യ ലോകത്ത് മനഃശാസ്ത്രം മനുഷ്യനെ ശരീരം, മനസ്സ് എന്ന രണ്ട് ഘടകങ്ങളായി കാണുന്നു. ഫ്രോയിഡും യങ്ങും അഡ്ലറും തുടങ്ങിയവരുടെ ചിന്തകൾ അതിൽ പ്രധാനമാണ്. പക്ഷേ ശ്രീ അരവിന്ദോ ഈ ചിന്തകളെക്കാൾ ആഴത്തിൽ നോക്കിയ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത് മനുഷ്യൻ ശരീരവും മനസ്സും മാത്രമല്ല, അതിനപ്പുറം ആത്മാവുള്ളവനാണ്. അതിനാൽ അദ്ദേഹത്തിൻ്റെ മനഃശാസ്ത്രം ഒരു ആത്മീയ മനഃശാസ്ത്രമാണ്. ശ്രീ അരവിന്ദോയുടെ മനഃശാസ്ത്രത്തിൻ്റെ മുഖ്യ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയണ്ടേ? അതിലൊന്നാമത്തേത് മനുഷ്യൻ്റെ ബോധത്തിൻ്റെ നിലകളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ കോൺഷ്യസ്നസ് അഥവാ ശാരീരിക ബോധം. ശരീരത്തിൻ്റെ ആവശ്യങ്ങളും വേദന, ആഹാരം, ഉറക്കം തുടങ്ങിയവയെ ഉൾക്കൊള്ളുന്നതാണ് ഫിസിക്കൽ കോൺഷ്യസ്നസ്. അടുത്തത് പ്രാണബോധം, അതായത് വൈറ്റൽ കോൺഷ്യസ്നസ്. വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, കോപം, സ്നേഹം, ആസക്തി എന്നിവ ഇവിടെ ഉൾപ്പെടുന്നു. ഇനി വരുന്നതാണ് മാനസിക ബോധം, മെൻ്റൽ കോൺഷ്യസ്നസ്. അവിടെ ചിന്ത, തീരുമാനങ്ങൾ, ബുദ്ധി, തർക്കം എന്നിവയുടെ നില. അതും കഴിഞ്ഞു വരുന്നതാണ് സൂപ്പർ മൈൻഡ്, സാധാരണ മനുഷ്യബോധത്തിന് മുകളിലുള്ള ദിവ്യബോധത്തിൻ്റെ നില. അടുത്തത് സത്യചൈതന്യം അഥവാ സുപ്രാമെൻ്റൽ കോൺഷ്യസ്നസ്, ആത്മീയതയുടെ പരമാവധി ഘട്ടം, ദൈവിക സത്യത്തിൻ്റെ സ്ഥലം. അദ്ദേഹം വിശ്വസിച്ചത് മനുഷ്യൻ ഈ നിലകളിലൂടെ മുകളിലോട്ടുള്ള വളർച്ച നേടണമെന്നാണ്. ഇതൊരു ആത്മീയ പരിണാമം അഥവാ സ്പിരിച്വൽ എവല്യൂഷൻ ആണെന്ന് അദ്ദേഹം പറഞ്ഞു. ഡാർവിൻ ശരീരപരമായ പരിണാമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അരവിന്ദോ പറഞ്ഞു മനുഷ്യൻ്റെ ബോധവും ആത്മാവും പരിണമിക്കുന്നുവെന്ന്. മനുഷ്യനിപ്പോൾ ബുദ്ധിബോധത്തിൽ അല്ലെങ്കിൽ മെൻ്റൽ ലെവലിൽ ജീവിക്കുന്നു, പക്ഷേ ഭാവിയിൽ അവൻ ദിവ്യബോധത്തിലേക്ക് ഉയരും. ഇതിനെ ഡിവൈനൈസേഷൻ ഓഫ് മാൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മനുഷ്യൻ ദൈവത്തിലേക്കുള്ള ഒരു യാത്രയിലാണ്, അവൻ ദൈവം ആവാനാണ് പിറന്നത് എന്ന്. ശ്രീ അരവിന്ദോ വികസിപ്പിച്ച ആത്മീയ മാർഗമാണ് ഇൻറ്റഗ്രൽ യോഗ. ഇത് മനുഷ്യൻ്റെ മുഴുവൻ ജീവിതത്തെയും ആത്മീയതയിലേക്കുള്ള ഒരു പ്രക്രിയയാക്കി മാറ്റുന്നു. അദ്ദേഹം പറഞ്ഞത് ഓൾ ലൈഫ് ഈസ് യോഗ എന്നാണ്, അഥവാ ജീവിതത്തിലെ ഓരോ അനുഭവവും ആത്മീയ വളർച്ചയ്ക്കുള്ള അവസരമാണ് എന്ന്. ഇൻറ്റഗ്രൽ യോഗയിൽ 3 ഘട്ടങ്ങളാണുള്ളത്. 1 ആത്മസമർപ്പണം അഥവാ സറണ്ടർ ടു ദ ഡിവൈൻ. 2 സ്വയം പരിശോധന അല്ലെങ്കിൽ സെൽഫ് അവെയർനെസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. 3 ദിവ്യജീവിതം അല്ലെങ്കിൽ ലൈഫ് ഇൻ ഡിവൈൻ കോൺഷ്യസ്നസ്. ഈ പ്രക്രിയയിലൂടെ മനുഷ്യൻ തൻ്റെ മനസ്സിലെ ഇരുട്ട് നീക്കി പ്രകാശത്തിലേക്ക് ഉയരുന്നു. ശ്രീ അരവിന്ദോയുടെ മനഃശാസ്ത്രത്തിൻ്റെ പ്രായോഗികമായിട്ടുള്ള പ്രാധാന്യം എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? ഒന്നാമത്തേത് വിദ്യാഭ്യാസത്തിൽ തന്നെ നോക്കാം. ശ്രീ അരവിന്ദോയും അദ്ദേഹത്തിൻ്റെ ശിഷ്യയായിട്ടുള്ള മിറ അൽഫാസയും ചേർന്നിട്ട് ശ്രീ അരവിന്ദോ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ സെൻറ്റർ സ്ഥാപിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസം എന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ നിക്ഷിപ്തമായ ദിവ്യശക്തികളെ ഉണർത്തുന്ന പ്രക്രിയയാണ് എന്നതാണ്. അതായത് വിദ്യാർത്ഥിയിൽ ഇതിനകം തന്നെ കഴിവുകളും ദിവ്യശക്തികളുമുണ്ട്. അവയെ പുറത്തു കൊണ്ടുവരികയാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ഇത് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ സമഗ്ര വിദ്യാഭ്യാസം അഥവാ ഇൻറ്റഗ്രൽ എഡ്യൂക്കേഷൻ എന്ന ആശയമായി ഉപയോഗിക്കുന്നു. അതായത് ശരീരവികസനം, മനസ്സിൻ്റെ വളർച്ച, ആത്മീയ ഉണർവ് ഇവയെല്ലാം ഒരുമിച്ച് വികസിക്കണം. അരവിന്ദോയുടെ ചിന്തകൾ വ്യക്തിത്വ വികാസത്തിനും ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ്റെ യഥാർത്ഥ ശക്തി അവൻ്റെ ഉള്ളിലാണ്. മനുഷ്യൻ തൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കി അതിനെ ഉയർത്തുമ്പോൾ അവൻ ദൈവികമായ വ്യക്തിത്വം നേടും. ഇത് ആത്മനിയന്ത്രണത്തിലൂടെ, സ്വയം പരിശോധനയിലൂടെ, ധ്യാനത്തിലൂടെ സാധ്യമാണ്. അദ്ദേഹം വിശ്വസിച്ചത് വ്യക്തിയുടെ ആത്മീയ വളർച്ച സമൂഹത്തിൻ്റെ വളർച്ചയിലേക്ക് നയിക്കുമെന്നതാണ്. ഓരോ വ്യക്തിയും ദിവ്യബോധത്തിലേക്ക് ഉയരുമ്പോൾ ലോകം തന്നെ മാറും.
അത് സുപ്രാമെൻ്റൽ സിവിലൈസേഷൻ ആയി മാറുമെന്നും അദ്ദേഹം പ്രവചിച്ചു. ശ്രീ അരവിന്ദോയുടെ മനഃശാസ്ത്ര ചിന്തകൾ നിറഞ്ഞ കൃതികളെക്കുറിച്ച് അറിയണ്ടേ? ഒന്ന്, ദി ലൈഫ് ഡിവൈൻ, ആത്മീയ പരിണാമവും ദിവ്യജീവിതത്തെക്കുറിച്ചും അതിലുണ്ട്. രണ്ട്, ദ സിന്തസിസ് ഓഫ് യോഗ, അതിലിപ്പോൾ ഇൻ്റഗ്രൽ യോഗയുടെ പ്രക്രിയയും ലക്ഷ്യവുമൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. അടുത്ത് വരുന്നത് എസ്സേസ് ഓൺ ദ ഗീത, ഗീതയിലെ ആത്മീയ സത്യങ്ങൾ മനഃശാസ്ത്രപരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അടുത്ത് വരുന്നത് ദി ഹ്യൂമൻ സൈക്കിൾ, മനുഷ്യ സമൂഹത്തിൻ്റെ മനോവൈജ്ഞാനിക വളർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. ഇനി നമുക്ക് ശ്രീ അരവിന്ദോയുടെ മനഃശാസ്ത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ആത്മീയതയുടെയും ശാസ്ത്രത്തിൻ്റെയും സംയോജനമാണ്. മനുഷ്യനെ ശരീരമോ മനസ്സോ മാത്രമല്ല, ആത്മാവുള്ള ദിവ്യജീവിയായി കാണുന്നു. മനുഷ്യജീവിതം പരിണാമ പ്രക്രിയയാണെന്ന് പറയുന്നു. മനഃശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണെന്ന് പ്രഖ്യാപിക്കുന്നു. എല്ലാ മനുഷ്യരിലും ദിവ്യശക്തിയുടെ വിത്തുണ്ട് എന്നും അതിനെ വളർത്തണമെന്നും പറയുന്നു. ശ്രീ അരവിന്ദോയുടെ ചിന്തകൾക്ക് ആധുനിക കാലത്തുള്ള പ്രസക്തി എന്താണെന്ന് നോക്കാം. ഇന്ന് ലോകം സമ്മർദ്ദവും വിഷാദം, ആശങ്ക, യുദ്ധം തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇവയെ നേരിടാൻ വെറും ഔഷധമോ ചികിത്സയോ മതിയാവില്ല. മനുഷ്യൻ ഉള്ളിൽ സമാധാനം കണ്ടെത്തുക തന്നെ വേണം. ശ്രീ അരവിന്ദോയുടെ മനഃശാസ്ത്രം ഇതിന് വഴികാട്ടിയാണ്. അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ശാന്തിയും സമാധാനവും പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ് എന്നുള്ളത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്കിത് എൻഡ് ചെയ്യാം കേട്ടോ. ശ്രീ അരവിന്ദോയുടെ മനഃശാസ്ത്രം പറയുന്നത് ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് ഉയരുന്ന ആത്മീയ യാത്രയാണ് എന്നതാണ്. അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, മനുഷ്യൻ സാധാരണ ജീവിയല്ല, അവൻ ദിവ്യജീവിയാകാനുള്ള സാധ്യതയുള്ളവനാണ് എന്ന്. ശ്രീ അരവിന്ദോയുടെ ജീവിതം തന്നെ ആ സന്ദേശത്തിൻ്റെ ഉദാഹരണമാണ്. അദ്ദേഹം ശരിയായ അർത്ഥത്തിൽ മനഃശാസ്ത്രജ്ഞൻ, ദാർശനികൻ, ആത്മീയഗുരു എന്ന നിലയിൽ ലോകത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. ആത്മനിയന്ത്രണം, ആത്മബോധം, ദിവ്യജീവിതം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ദി എവല്യൂഷൻ ഓഫ് മാൻ ഈസ് നോട്ട് യെറ്റ് കംപ്ലീറ്റ്, ഹി ഹാസ് ടു ഇവോൾവ് ഇൻ ടു ദ ഡിവൈൻ. അതാണ് മനുഷ്യജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. താങ്ക് യു ഫോർ വാച്ചിങ്.